നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആലു പറാത്താണ്. നമുക്ക് ചപ്പാത്തി കഴിച്ച പോലെ വെച്ചാൽ നമുക്ക് ആലു പറാത്ത ഉണ്ടാക്കിയാലോ. നല്ല സോഫ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആലു പറാത്തയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. സാധാരണ നമ്മൾ സ്റ്റഫിംഗ് ഒക്കെ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് സ്റ്റഫ് ചെയ്തിട്ട് ചെയ്യണതല്ല, ഡയറക്റ്റ്ലി നമ്മൾ പൊട്ടറ്റോ മിക്സ് ചെയ്തിട്ട് മാവിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ടൈപ്പാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 3 മീഡിയം സൈസുള്ള പൊട്ടറ്റോ ജസ്റ്റ് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് നല്ല ഒരു നൈസായിട്ട് കിട്ടുന്ന പോലെ ഇങ്ങനെ ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലോണം മാഷ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഉപ്പൊന്നും ഇടാണ്ട് സാധാരണ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. മീഡിയം സൈസുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് 3. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഗോതമ്പിനും അതുപോലെ തന്നെ ഗോതമ്പ് മാവ് വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും പൊട്ടറ്റോക്കും കൂടിയുള്ള ഉപ്പ് കണക്കാക്കിയിട്ടിടണം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയുമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ മസാലപ്പൊടികൾ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാട്ടോ, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു ഹാൻഡ്ഫുൾ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ തണ്ട് ഇടാണ്ട് നോക്കണം കേട്ടോ. ഞാൻ പിന്നെ 1.5 കപ്പ് അളവിലാണ് ഇപ്പോൾ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ട എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഇതാക്കുക. അപ്പോൾ ഈ 1.5 കപ്പ് അളവിന് ഈ 3 പൊട്ടറ്റോ കറക്റ്റാണ്. ഇനി നമുക്കിത് കുഴയ്ക്കാനായിട്ട് അധികം വെള്ളമൊന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം നമുക്ക് ആവശ്യം വരില്ല. കാരണം ആ പൊട്ടറ്റോയിലത്തെ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ് കൊണ്ട് തന്നെ നമുക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. പണി പെട്ടെന്ന് കഴിയും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. സിമ്പിളാണ്. നമ്മൾ സാധാരണ ആലു പൊറാത്ത ഉണ്ടാക്കുമ്പം നമ്മൾ ആലു വെച്ചിട്ട് നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കാനായിട്ട് നിൽക്കണം. അപ്പോൾ ഇതിന് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വേഗം തന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു പൊട്ടറ്റോ പുഴുങ്ങിയെടുക്കാനുള്ള ഒരു ടൈം മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി പോലെ തന്നെ ഇത് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വെള്ളം വല്ലാണ്ട് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ വെള്ളം ആവശ്യമുള്ളൂ. അതിൽ കൂടുതലൊന്നും വേണ്ടി വരില്ല. പൊട്ടറ്റോൻ്റെ ആ ഒരു നനവ് കൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇതേപോലെ തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു അളവിൽ നിന്ന് ഒരു 10 ഈ ഒരു മീഡിയം സൈസ് സൈസിലുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി എങ്ങനെയാണോ പരത്തിയെടുക്കാറ് അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയിൽ മിക്സ് ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് എടുക്കുകയേ വേണ്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടുള്ള ആലു പറാത്ത ആണെങ്കിൽ നമ്മളത് ചിലപ്പം ചപ്പാത്തിയുടെ ഉള്ളിൽ ഈ ഒരു സ്റ്റഫിങ് വെക്കുമ്പോൾ പൊട്ടി പോകണതൊക്കെ ആയിട്ട് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇതേപോലെ രീതിയിൽ ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ കുട്ടികൾക്കാണെങ്കിലും ടിഫിനിൽ ഇപ്പോൾ സാധാരണ രീതിയിൽ ചപ്പാത്തി കഴിക്കാത്ത കുട്ടികൾ മേ ബി ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടമാവും. പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും കേട്ടോ. നമുക്ക് പരിപാടി വേറെ കറികളൊന്നും ഇതിനാവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്പൈസസ് വേറെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഈ ഒരു ആലു പൊറാത്ത കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പൊട്ടറ്റോ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചപ്പാത്തി പരത്തുന്ന അതേപോലെ തന്നെ പരത്തിയെടുത്താൽ മതിയാവും. പിന്നെ ഷേപ്പ് ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇനിയിപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു റൗണ്ടിലുള്ള ഒരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെ ഷേപ്പൊന്നും നോക്കിയിട്ടില്ല. ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ വല്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ, വല്ല തിക്നെസ് വേണ്ട, ചെറിയൊരു തിക്നെസ്സിൽ ചപ്പാത്തിനെക്കാട്ടിയും 1 തിക്നെസ് കൂട്ടിയിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാതും ഞാൻ പരത്തിയെടുത്തതിന് ശേഷമാണ് ചുടുന്നത്.
ഞാനിതാ എല്ലാതും ഇതേപോലെ തന്നെ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുടുന്നത് നോക്കാം. സാധാരണ ചപ്പാത്തി ചുടുന്ന പോലെ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആലു പൊറാത്തയുടെ മേലെ നല്ലപോലെ ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണല്ലോ ഇതിങ്ങനെ ചുട്ടെടുക്കാറ്. അതേപോലെ തന്നെ ഞാൻ കുറച്ച് ബട്ടറാണ്, മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ് ഇതിൻ്റെ മേലെ തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തേച്ചാൽ മതി. ഇപ്പോൾ ചിലവർക്ക് ഇപ്പോൾ അധികം ഓയിലി ഐറ്റം ഒന്നും കഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നില്ല. പക്ഷെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതേപോലെ കുറച്ച് ബട്ടറൊക്കെ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എല്ലാതും രണ്ട് സൈഡിലും ഇതേപോലെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തത് അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ ഇത് ചുട്ടെടുക്കണത്. ഇപ്പോൾ പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഡിന്നറിന് നമുക്ക് 2-3 ഐറ്റംസൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരൈറ്റമൊക്കെ ആയിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് പണിയാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു സമയം തന്നെ നമുക്ക് ആവശ്യമുള്ളൂ. അതിൽ കൂടുതലൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ടേസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടുള്ള ആലു പറാത്ത കഴിക്കുന്ന അതേപോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതും. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആലു പൊറാത്ത ഉണ്ടാക്കി നോക്കിയിട്ട് ഫെയിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു മെത്തേഡ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. വളരെ എളുപ്പമാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ പണി തന്നെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ടിഫിനിൽ കൊടുത്തു വിടാനാണെങ്കിലും അതുപോലെ ഓഫീസിൽ പോകുന്നവർക്ക് കൊടുത്തു വിടാനാണെങ്കിലും എല്ലാം ചപ്പാത്തിയൊക്കെ ഡെയിലി കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.